പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ വിവാഹത്തിന്റെ ദിവസം വന്നെത്തിയതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് കൃഷ്ണന്റെ മുന്നിൽ. ഇതേ സമയമാണ് അവിടേക്ക് അപ്പച്ചി കയറി വരുന്നത്. കൃഷിന് മാനസയെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ നിന്നെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ള പേടിയൊന്നും നിനക്ക് വേണ്ട. നീ അവളെ ഒഴിവാക്കുന്നതിനായി ഒരുപാട് പരിശ്രമിച്ചു എന്നുള്ള കാര്യവും ഞാൻ അറിഞ്ഞതാണ്. ഇനി നിന്നെ സഹായിക്കുന്നതിനായി ഞങ്ങൾ ഉണ്ടാകും. ഈ കാര്യം ഒരിക്കലും നീ മറക്കേണ്ട. എങ്ങനെയാണ് അപ്പച്ചി എന്നെ സഹായിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് കൃഷിനോട് വിവാഹ ദിവസം ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മാത്രം മതി എന്ന് വ്യക്തമാക്കുന്ന അപ്പച്ചി ബാക്കി കാര്യങ്ങൾ കൃത്യസമയത്ത് നടന്നോളും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ അപ്പച്ചിയെ വിശ്വസിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതിനായി തയ്യാറായിരിക്കുകയാണ് കൃഷ്. ഇതോടെ കാര്യങ്ങൾ താൻ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോകും എന്ന് നിഷയെ ചെന്ന് പറഞ്ഞിരിക്കുകയാണ് അമ്മ. എങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതൊക്കെ ഉണ്ടടി, നീ ധൈര്യമായി കൃഷിനെ വിവാഹം കഴിക്കുന്നതിന് തയ്യാറായി ഇരുന്നോളൂ. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തരും. ഇത് നിനക്ക് അമ്മ തരുന്ന വാക്കാണ്. അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ നിഷി മറ്റാരും കാണാതെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ശരിയാക്കുകയാണ്. ഇതിനിടയിൽ നിഷിയുടെ അമ്മ സംഗീത ചെയ്യുന്നത് കൃഷിനെ തൽക്കാലത്തേക്ക് തട്ടിക്കൊണ്ടു പോവുക എന്നുള്ള കാര്യമാണ്. തട്ടിക്കൊണ്ടുപോയി നമ്മൾ പ്ലാൻ ചെയ്ത ഒരു അമ്പലത്തിലേക്ക് എത്തിക്കും. അവിടെ വെച്ച് നിന്നെ ഭീഷണിപ്പെടുത്തിയോ ബലം പ്രയോഗിപ്പിച്ചോ കൃഷിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. അത് ഉറപ്പാണ്. മാത്രവുമല്ല, നീ യാതൊരു വിധത്തിലും പേടിക്കണ്ട. നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും. കാരണം കൃഷ് ഒരു പേടിത്തൊണ്ടനാണ്. ഒന്ന് ഭീഷണിപ്പെടുത്തിയാൽ കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് തന്നെ ധൈര്യമായി ഇരിക്കണം എന്നുള്ള കാര്യവും നിഷിയോട് ഇതേ തുടർന്ന് സംഗീത അറിയിച്ചിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് നിഷിക്കും സന്തോഷമാകുന്നു. ഒടുവിൽ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനായി ശ്രമിക്കുകയാണ് സംഗീത. വിവാഹത്തിന്റെ ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ കൃഷിനോട് വണ്ടിയിൽ പോയി കയറണം എന്നുള്ള നിർദ്ദേശം നൽകുന്ന സംഗീത ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കുമെന്നും നീ കൂടെ നിന്ന് തന്നാൽ മാത്രം മതി എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. മാനസയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തിനും തയ്യാറാണ് എന്ന് പറഞ്ഞ് കൃഷ് കാറിൽ കയറിയിരിക്കുകയാണ്. പക്ഷേ ഇതേ സമയം കൃഷിനെ പിന്തുടർന്നുകൊണ്ട് എത്തുകയാണ് കൺമണി. എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ കൃഷ് ഒപ്പിക്കുന്നുണ്ട് എന്നും അത് കണ്ടെത്തണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് വരുന്ന കൺമണി കൃഷ് അറിയാതെ കൃഷിനെ പിന്തുടർന്നുകൊണ്ട് എത്തുകയും ചെയ്യുന്നു. ഇതിനിടയിൽ കൺമണിയെ ഗുണ്ടകൾ പിടികൂടിയിരിക്കുകയാണ്. മാത്രവുമല്ല, കൃഷിനെ കൊണ്ടുപോയതിനുള്ള തെളിവുകൾ ഇല്ലാതാക്കുന്നതിനായി കൺമണിയെ കാറിന്റെ ഡിക്കിയിൽ ഒളിപ്പിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് പ്ലാനിങ്ങുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവർ ഒടുവിൽ പ്ലാൻ ചെയ്തതുപോലെ അമ്പലത്തിന്റെ അവിടേക്ക് എത്തുകയും ചെയ്യുന്നു. അവിടെ വെച്ച് കാറിന്റെ ഡിക്കിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന കൺമണി കൃഷ് അമ്പലത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് കാണുന്നത്. ഇതിനിടയിൽ കൃഷിനെ ഞെട്ടിച്ചുകൊണ്ട് നിഷി ആഭരണങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ട് അവിടേക്ക് വരികയാണ്. ഇന്ന് എൻ്റെ വിവാഹം നടക്കും എന്ന് നിഷി ഉറപ്പിച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം കൃഷിന്റെ മുന്നിലേക്ക് കയറി വരികയാണ് കൺമണി. കൃഷ് സാർ എൻ്റെ കൂടെ ഇപ്പോൾ തന്നെ വരണമെന്നും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വിഷം കഴിച്ച് മരിക്കുമെന്നുള്ള കാര്യവും വ്യക്തമാക്കുകയാണ് കൺമണി ചെയ്യുന്നത്. മാത്രവുമല്ല, കൃഷ്
ഇതേ തുടർന്ന് വിശ്വസിക്കുകയില്ല എന്ന് മനസ്സിലാക്കുന്ന കൺമണി വിഷമെടുത്ത് കുടിച്ച് കാണിക്കുകയും ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇതോടെ കൺമണിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ വരണം. മാനസമേടം അവിടെ കൃഷ് സാറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓരോ നിമിഷവും വൈകുന്തോറും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയുകയും ചെയ്യുന്ന കൺമണി ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇതിനിടയിലാണ് അവിടേക്ക് നിഷിയും ഗുണ്ടകളും എത്തുന്നത്. കൃഷിനെ അങ്ങനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നും വളരെ നാളുകളായി കാത്തിരിക്കുന്ന നിമിഷമാണ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അത് അങ്ങനെ കൊണ്ടുകളയാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോകുന്നുണ്ട് എങ്കിൽ അത് കൃഷ് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതിന് ശേഷം മാത്രമേ ആകൂ എന്ന് വ്യക്തമാക്കുന്ന നിഷി, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകാൻ സാധിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ഗുണ്ടകൾ കൺമണിയെ ആക്രമിക്കുകയാണ്. ഇതോടെ ഇത് കണ്ടു നിൽക്കുന്ന കൃഷ് തിരിച്ചടിക്കാൻ തയ്യാറാവുകയാണ്. ഗുണ്ടകളെ എതിർത്ത് തോൽപ്പിക്കുന്നതിന് കൃഷ് മുന്നിലേക്ക് വരികയും കൺമണിയെ രക്ഷിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഗുണ്ടകളെയെല്ലാം അടിച്ചു തെറിപ്പിക്കുന്ന കൃഷ് ഒടുവിൽ നിഷിയുടെയും സംഗീതയുടെയും ആഗ്രഹം എന്തൊക്കെ സംഭവിച്ചാലും നടക്കുകയില്ല എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു. മാത്രവുമല്ല, ഇത്രയൊക്കെ ചെയ്ത് എന്നെ സ്വന്തമാക്കാൻ കാണിച്ച നിഷിയുടെ അഹങ്കാരത്തിന് തിരിച്ചടിയായി ഞാൻ നിഷിയുടെ മുന്നിൽ വെച്ച് തന്നെ താലി കെട്ടുമെന്ന് വ്യക്തമാക്കുന്ന കൃഷ് നിഷിക്ക് വേണ്ടി കൊണ്ടുവന്ന താലി എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും കൺമണിയുടെ കഴുത്തിൽ താലി കെട്ടുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കൺമണിയെ. ഇതേ തുടർന്ന് കൺമണി ഇനി വെറുമൊരു വേലക്കാരിയല്ല, എൻ്റെ ഭാര്യയാണ് എന്നുള്ള കാര്യം കൃഷ് നിഷിയോട് പറയുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് കൺമണി ആകെ തകർന്നു പോകുന്നു. ഇനി എന്താണ് സംഭവിക്കുക എന്ന് കൺമണി ആലോചിക്കുകയാണ്. ഇതേ തുടർന്നാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കൺമണിയെയും കൊണ്ട് കൃഷ് തിരികെ എത്തുന്നത്. ഇതോടെ സാഗർ എവിടെയായിരുന്നടാ നീ എന്ന് ചോദിക്കുകയും ഉടൻ മുഹൂർത്തം കഴിഞ്ഞുപോയി എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് കൃത്യമുഹൂർത്തത്തിൽ ഞാൻ കൺമണിയുടെ കഴുത്തിൽ താലി കെട്ടി എന്ന് പറയുകയാണ് കൃഷ്. ഈ കാഴ്ച കണ്ട് എല്ലാവരും ആകെ പകച്ചു പോകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.